ചൂടായി ചൂടായി. എന്നമ്മാ ആ മഞ്ജു വിളിച്ചതിന് പുറവേ ഇപ്പൊ മധു വീണ്ടും വിളിച്ചു. അവന് ഓഫീസിൽ നിന്ന് തിരക്കിന്റെ ഇടയിലാന്നേ വിളിച്ചത്. ഓഫീസിലിരുന്ന് കൂപ്പിട്ടാരാ? വിളിച്ചപ്പോഴോ ഭവാനി വല്യമ്മേന്ന് തികച്ചു വിളിക്കുന്നില്ല അവന്. അവർക്ക് എങ്ങനെയെങ്കിലും ഇപ്പൊ ഇതൊന്ന് പറഞ്ഞുറപ്പിക്കണം. അപ്പൊ പിന്നെ ഞാൻ കേശുമോന്റെ യഥാർത്ഥ പ്രായമൊക്കെ അങ്ങ് പറഞ്ഞു. അങ്ങനെയാണെങ്കിലും അവര് പറയുന്നത് പറഞ്ഞുറപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ എന്ന്. அம்மா இந்த பறஞ்சுறப்பிக்கலாம் பழைய ரீதி அம்மா. இப்பழத்த பிள்ளைங்க தானே, அவங்க மனசெல்லாம் எப்ப மாறுன்னு கடவுளுக்கு மட்டும்தான் தெரியும். അതാ ഞാൻ പറഞ്ഞേ, മനസ്സ് മാറുന്നതിന് മുമ്പ് ഉറപ്പിച്ചു വെക്കാവുന്ന. അവരത്ര മോശം കുടുംബമൊന്നുമല്ല. നമ്മുടെ കുടുംബം പോലെ തന്നെ കേൾവി കേട്ട കുടുംബമാ പാടൂർ ഇലംകുറിശി കുടുംബക്കാര്. டேய் மதுச்சேட்டா ஆபீஸ்ல இருந்து கூப்பிட்டாராம். മോനെ മോനെ നിന്നേ. അമ്മൂമ്മ പറയുന്ന കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലാവാത്തോണ്ടാ. എന്റെ പൊന്നമ്മൂമ്മ, എനിക്കിപ്പോ അതിനുള്ള പ്രായമായിട്ടില്ല. എനിക്ക് പഠിക്കണം. ഇനി MA പഠിക്കണം. MA മലയാളം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചേട്ടാ എത്ര കാലം ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുന്നേ? ആരും മിണ്ടായി. கேசு அம்மா உன்னோட நல்லதுக்கு தாண்டா சொல்றான். ഇതെന്തറിഞ്ഞിട്ടാണ് കനകാന്റി പറയണത്? ഞാൻ അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. മക്കളെ, അമ്മൂമ്മ എന്ത് പറഞ്ഞാലും ശരി തന്നെ. മിനിമം ഒരു 5 വർഷമായാലും കഴിയാതെ ഇതിനെ കുറിച്ച് ആലോചിക്കുക വേണ്ട. മതി മതി, 5 വർഷം കഴിഞ്ഞ് ആലോചിച്ചാ മതി. ഇപ്പം നമ്മളൊന്ന് പറഞ്ഞു വെക്കുന്നു. ഒരു 2 വർഷം കഴിയുന്നതിന് ശേഷം നമ്മൾ നിശ്ചയമായിട്ട് നടത്തുന്നു. പിന്നെ മോന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി മോന്റെ സൗകര്യം അനുസരിച്ച് പതുക്കെ നടത്തിയാ മതി. ഞാൻ ഇവിടെ നിന്നാലും ഞാൻ പറഞ്ഞു. ഈ കൊച്ചിനോട് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തേ? அதான் எனக்கும் புரிய மாட்டேங்குறதம்மா. ഇവിടെ ഇരിക്കുവായിരുന്നോ? അല്ല, അകത്തിരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ പൊന്നളയാ. അപ്പോഴത്തേനെ അമ്മൂമ്മയുടെ മധുവിന്റെ മോളെ കൊണ്ട് വരൂല്ലേ? അമ്മൂമ്മയുടെ ഒക്കെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മക്ക് നിന്നെ പറ്റിയുള്ള ആശങ്കയാടാ. അവർക്കൊക്കെ നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഈ അമ്മൂമ്മയുടെ ആശങ്കയും പ്രതീക്ഷയൊക്കെ കാരണമേ വിട്ടുപോകുന്നത് നമ്മളെ പോലുള്ളവരാണ്. എന്തിനാണ് പറഞ്ഞു പറഞ്ഞത്? അല്ല, ഞാനിപ്പോ പുറത്തുനിന്ന് പെണ്ണ് കെട്ടി ഇങ്ങോട്ട് വന്നു കയറിയതാണല്ലോ. അതുപോലെ നീ ഒരാളെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ആ പെണ്ണ് ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ഓർത്ത് ആലോചിച്ച് പോയതാ. അളയോ, നമ്മുടെ കുടുംബമേ അത്ര മോശം കുടുംബമൊന്നുമല്ല. നമ്മുടെ കുടുംബത്തിലോട്ട് വന്ന് കേറണമെങ്കിൽ പ്രത്യേകത ഒരു ഭാഗ്യം ചെയ്യണം. അതെ അതെ. പിന്നെ നിന്റെ അമ്മായച്ഛൻ ഇവിടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലാ വർക്ക് ചെയ്യുന്നത് അല്ലേ, കളമശ്ശേരിയില്? 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. നിനക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, ഇവിടെ തന്നെ കാണുമല്ലോ. അതുപോലെ നിനക്കിനി ഭാവിയിൽ ജോലിയൊന്നും കിട്ടിയില്ല എങ്കിലും നിനക്ക് അമ്മായച്ഛനെ ശമ്പളം വെച്ച് ജീവിക്കാം. മാത്രമല്ല പെൺവീട്ടുകാർക്ക് സ്വത്ത് കിടക്കുമല്ലേ. അല്ലേ അളയോ, പെണ്ണ് വീട്ടിലെ സ്വത്ത് കൊണ്ടോണ്ട് പോയി കെട്ടുന്നതാണെന്നല്ലോ നമ്മള് കേട്ടാ. ഒന്നാമതേ ഞാൻ ഡൗറിക്ക് എതിരാണ്. എടാ അത് പിന്നെ ഞാനും അങ്ങനെ തന്നെയല്ലടാ. പിന്നെ നീ നാളെ കാലത്ത് ഒരു ഗതിയും പിടിച്ചില്ല എങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തരുമ്പോ ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. എന്തിനാണ് നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഉറപ്പിക്കൂ? എടാ ഉറപ്പിക്കാതിരിക്കാൻ മാത്രം ഞാനൊരു കുറ്റവും കുറവ് ഈ ബന്ധത്തിൽ കാണുന്നില്ല. എന്നാലും ഞാനിതല്ല ആലോചിക്കുന്നേ. യൂണിവേഴ്സിറ്റി എക്സാമിന് 2nd റാങ്ക് കിട്ടിയെന്നും പറഞ്ഞിട്ട് കല്യാണം ആലോചിച്ച് ഇങ്ങോട്ടൊക്കെ വരുമോ? നിനക്ക് ഇത്ര ഡിമാൻഡോടെ? ഞാൻ വെല്ലം വിളിച്ചാൽ പറയാൻ കേട്ടല്ലേ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിന്റെ അമ്മായിയച്ഛൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു ഉപദേശം എനിക്ക് തരാനുണ്ട്. എന്തോന്ന്? നീ കാണിക്കുന്ന സ്ഥിരം പരിപാടി എനിക്ക് കാണിക്കാൻ നിൽക്കരുത്. എന്തോന്ന് സ്ഥിരം പരിപാടി? ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച, ആ പരിപാടി ഇനി വേണ്ട. ഞാൻ ഇനി ഇവിടെ ഇരുന്നാ എല്ലാം വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പോണു. എവിടെ പോകാ? ഞാൻ പോണു. എടാ കല്യാണം കഴിഞ്ഞിട്ടുള്ള മനോഹരമായ ദിവസങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ പാടാ. ഇല്ല, ഞാൻ പുറത്തു പോവാ.